എന്തായാലും കരുതിയിരിക്കണം കേപ്പ് വെർദെ. അർജന്റീന വെറുതെ അങ്ങ് പോകാൻ വന്നവരല്ല കേപ്പ് വെർദെ എന്നതാണ് പറയാനുള്ളത്. അർജന്റീനയ്ക്കെതിരെ അല്ലെങ്കിൽ കേപ്പ് വെർദെ ഈ മത്സരത്തിൽ ഇറങ്ങുമ്പോൾ അവരുടെ ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരങ്ങൾ, അവരുടെ പ്രകടനം എങ്ങനെയായിരുന്നു എന്നാണ് നമുക്ക് ഇനി പരിശോധിക്കേണ്ടത്. ആദ്യം അവർ ഈ ലോകകപ്പിൽ തോൽവി അറിയാതെയാണ് നോക്കൗട്ടിലേക്ക് മുന്നേറിയത്. 3 മത്സരങ്ങൾ കളിച്ചു, ജയങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ 3 സമനില അവർക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പൊന്നും വിലയുള്ള 3 സമനില. 2 ഗോൾ അടിച്ചപ്പോൾ 2 ഗോൾ വഴങ്ങുകയും ചെയ്തു. എന്തായാലും കേപ്പ് വെർദെ ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായി തന്നെയാണ് അടുത്ത റൗണ്ടിലേക്ക് മുന്നേറുന്ന കാഴ്ച കണ്ടത്. അവരുടെ ഇനി ഓരോ മത്സരങ്ങളും എങ്ങനെയായിരുന്നു എന്ന് വിശദമായി നോക്കാം. ആദ്യ മത്സരത്തിൽ അവർ സ്പെയിനെതിരായിരുന്നു അവർ പോരാടിയത്. ആ മത്സരം 0-0. ഒരുപക്ഷെ ആ 0-ന് പകരം അവിടെ ഒരു 10 ഗോളിൻ്റെ കരുത്തുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം സ്പെയിനെ പോലെ ഒരു ലമീൻ യമാൽ അടക്കമുള്ള വമ്പൻ താരനിരയുമായി ഇറങ്ങിയ ടീം 800 പാസുകളൊക്കെ തന്നെ കൊടുത്തിട്ടും ഒറ്റത്തവണ പോലും കേപ്പ് വെർദെയുടെ ഗോൾ വല ചലിപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു വലിയ തിരിച്ചടി തന്നെയായി തന്നെ നമുക്ക് പറയാം. അങ്ങനെ ആദ്യ മത്സരത്തിൽ സ്പെയിനെതിരെ ഗോൾ രഹിത സമനിലയോടുകൂടിയായിരുന്നു അവരുടെ തുടക്കമുണ്ടായിരുന്നത്. ആ മത്സരത്തിൽ അവരുടെ ഗോൾ കീപ്പർ വൊസീഞ്ഞ എന്ന് പറയുന്ന അവരുടെ ഗോൾ കീപ്പറുടെ മിന്നും പ്രകടനം നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റിനടുത്തെത്തിയിട്ടുള്ള അല്ലെങ്കിൽ പോസ്റ്റിന് മുകളിൽ തട്ടിയിടുന്ന ആ റിഫ്ലക്സ് ഇല്ലെങ്കിൽ ആ പ്രകടനമൊക്കെ തന്നെ പെട്ടെന്ന് ആരാധകരുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടാകും എന്ന് കരുതാം. ഇനി അടുത്ത മത്സരം ഉണ്ടായിരുന്നത് ഉറുഗ്വേക്കെതിരായ മത്സരമാണ്. അതിൽ മറ്റൊരു സമനിലയാണ്. പക്ഷേ ഈ മത്സരത്തിൽ 2 ഗോൾ അടിച്ചു. ഉറുഗ്വേ മുൻ ലോക ചാമ്പ്യന്മാരാണ്, 2 തവണ ലോക കിരീടം നേടിയ ടീമാണ്. അവർക്കെതിരെ 2-2 സമനിലയാണ്. ആ മത്സരത്തിൽ ഒരു പക്ഷേ അപ്പർ ഹാൻഡ് കേപ്പ് വെർദെക്കായിരുന്നോ എന്ന് ചോദിച്ചാൽ അത് അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു. 2ാം പകുതിയിൽ പിന്നിട്ട് നിന്ന ശേഷം സമനില പിടിച്ചെടുക്കുകയായിരുന്നു കേപ്പ് വെർദെ ഉണ്ടായിരുന്നത്. ഇനി 3ാമത്തെ മത്സരം അത് സൗദി അറേബ്യക്കെതിരെയായിരുന്നു. കഴിഞ്ഞ ലോകകപ്പിൽ അർജന്റീനയെ ഞെട്ടിച്ച അതേ സൗദി അറേബ്യ, അവർക്കെതിരെ ഗോൾ രഹിത സമനിലയാണ്. പക്ഷേ അതിൽ വേണമെങ്കിൽ ആദ്യ 2 മത്സരങ്ങളെ പോലെയല്ല. ഈ മത്സരത്തിൽ ജയിക്കാൻ വേണ്ടി കളിച്ച കേപ്പ് വെർദെയാണ് നമ്മൾ കണ്ടത്. സൗദി അറേബ്യക്കെതിരെ നിരവധി അവസരങ്ങൾ കിട്ടുകയും പക്ഷേ അത് മുതലാക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ ഗോൾ നില 0-0 എന്ന് അടയാളപ്പെടുത്തിയത് മാത്രം. പക്ഷേ ആ മത്സരത്തിൽ വിജയസാധ്യത അല്ലെങ്കിൽ മറ്റെല്ലാ ഫാക്ടേഴ്സും നോക്കുമ്പോൾ അതിൽ മുന്നിലുണ്ടായിരുന്നത് ഇവർ തന്നെയെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും കേപ്പ് വെർദെയുടെ പ്രകടനം ഇതാണ്. ഇതുവരെ തോൽവി അറിയാത്ത ഒരു ടീം ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്കെതിരെ പോരാടുമ്പോൾ അവർക്ക് ആദ്യ ജയം സ്വന്തമാക്കാൻ സാധിക്കുമോ അതോ ആദ്യ തോൽവി നേരിടുമോ എന്നൊക്കെ തന്നെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.